ഈ പ്ലിങ്ങിപ്പോകുന്ന മൊമെന്റ്സ് എന്ന് പറയുന്ന മൊമെന്റ്സ് പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്, പലർക്കും അനുഭവം ഉണ്ടാകാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് കുറച്ച് ആളുകളിൽ ഒതുക്കാൻ നോക്കാറുണ്ട്, മാക്സിമം അത് രഹസ്യമാക്കി അതെ. വെക്കാനൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ലൈവായി നൂറുകണക്കിന് ആൾക്കാരുടെ മുമ്പിൽ പ്ലിങ്ങുക, എന്നിട്ടും 10,000-കണക്കിന് ആളുകൾക്ക് വീണ്ടും ആ പ്ലിങ്ങിയ മൊമെന്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു അതെ, മഹാമനസ്കതയാണ്. അത് ആ- കുറച്ച് ആളുകൾക്ക് അങ്ങനത്തെ മാത്രമേ മനോഭാവങ്ങൾ വളരെ അത് കുറവായിരുന്നു. ഭയങ്കര കുറവാണ്. ലാസ്റ്റ് നോക്കുമ്പോൾ 82,000 ആളുകൾ വരെ കണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലൈവിൽ പ്ലിങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് കോമഡിയാണ്, പക്ഷേ എന്ത് ചെയ്യാനാ. അപ്പോൾ ഏതായാലും സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ സ്വയം പ്രഖ്യാപിത നുണയൻ, അയാൾ സ്വയം പറയുന്നതൊക്കെ നുണയായിരിക്കും, പക്ഷേ അയാൾ AI കൊണ്ടൊക്കെ ഒന്ന് നുണ പറയാൻ ശ്രമിച്ചു നോക്കി. അപ്പം നേരിട്ട് ലൈവായി പ്ലിങ്ങിയ ഒരു സംഭവമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. വളരെ രസകരമാണ്. ഇത് നമ്മളാരും പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചൊന്നല്ല. ഇത് നമുക്കൊരാളെ ഇങ്ങനെ പിന്നെ അതിൻ്റെ ലിങ്ക് അയച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഏതായാലും ഭയങ്കര രസമായിട്ടുണ്ട് സംഭവം. ഇത് ഞങ്ങൾ പൈസ കൊടുത്ത് ഏൽപ്പിച്ച് വിളിപ്പിച്ചൊന്നല്ല. അതെ, ഇനി ചില ആളുകൾ ചിലപ്പോൾ കമന്റ് കിട്ടും, ഇത് ഏജന്റ് ആണ് ഇങ്ങനെ ചെയ്ത്, ഞങ്ങൾ ബോധപൂർവം അങ്ങനെ ചെയ്യിപ്പിച്ചാണ്, അങ്ങനൊന്നല്ല. അത് ഏതായാലും അങ്ങനെ സംഭവിച്ചു പോയി. ഇനിയെങ്കിലൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു രംഗം ഒന്ന് കാണാം. ചാറ്റ്ജിപിറ്റിയോട് ഞാൻ ചോദിച്ച ചോദ്യം ബേസിക് ആയിട്ട് നിങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. ഇത് ഒരാൾ വിളിച്ച് സംസാരിക്കാണ് കേട്ടോ, ഒരാൾ വിളിച്ച് സംസാരിക്കാണ് ലൈവില്. അപ്പോൾ വിളിച്ച് പിന്നെ കുഴിച്ചടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. വിളിച്ച് കുഴിച്ചടിക്കാണ്. ഒരാൾ വിളിച്ചിട്ട് ChatGPT എന്തൊക്കെയുണ്ട് ഈ എന്നൊക്കെ പറഞ്ഞു. കണ്ട ആളുകൾ കാണുന്ന ലൈവിലാണ് ഇത് കാണിച്ചു. അപ്പം ChatGPT നോക്കി എന്തൊക്കെയാ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയാ പറയാം. അപ്പൊ എന്താ സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് ആ വീഡിയോയിലൂടെ തന്നെ കാണാം. ചാറ്റ്ജിപിറ്റിയോട് ഞാൻ ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയക്കാം, വാട്സപ്പിൽ അയക്കാം. ചാറ്റ്ജിപിറ്റിയോട് ഞാൻ ചോദിച്ച ചോദ്യം ബേസിക് ആയിട്ട് നിങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. വാട്ട് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോൾ അവർ ഓപ്ഷൻസ് അവരെ കുറിച്ച് ഉത്തരം പറയും. ഓക്കെ, അതായത് സംഭവം ആളൊന്നിട്ട് പറയണം വാട്ട് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദി വേൾഡ് ചാറ്റ്ജിപിറ്റി വെച്ചാൽ ഒരു സ്പെഷ്യൽ ഉത്തരം കിട്ടും, ഭയങ്കര ഇസ്ലാമിനെ കൊടുക്കാൻ വരുന്ന ഒരു ഉത്തരം കിട്ടും. അപ്പൊ ഇയാൾ സ്ക്രീൻഷോട്ട് ഒന്നും വേണ്ട, ഈ സ്പോട്ടിൽ നമ്മള് സ്ട്രീം ചെയ്യാണ്. കേറ്റത്തിൽ ഇങ്ങനെ സ്ട്രീം ചെയ്തോണ്ടിരിക്കുകയാണ്. മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ്, ഇസ്ലാമിന് ഉത്തരം ഒരു സംശയമില്ല ചാറ്റ്ജിപിറ്റി കൊടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യാണോ? വാട്ട് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് സ്ക്രിപ്ചർ വൈസ്? അതാണ് വല്ലാത്ത പൊടി വീണത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്ത് ഉത്തരം കിട്ടുമായിരുന്നു. സ്ക്രിപ്ചർ വൈസ് അതുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. ആയിക്കോട്ടെ, നടക്കട്ടെ. സ്ക്രിപ്ചർ വൈസ് വാട്ട് ഈസ് ദ most violent religion in the world? The world scripture wise. Okay. Scripture wise, yes. Yeah. നമുക്കൊരു ആൻസർ കൂടി കിട്ടും നോക്കാം. Yeah, just go for it. തിങ്കിങ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രീ വേർഷനിലാട്ടോ നമ്മൾ നോക്കണേ. ഞാനും ഫ്രീ വേർഷൻ തന്നെയാണ്. ഓക്കെ. അവിടെ പഴുതടഞ്ഞ് ഇതെന്തൊക്കെ വരണ്ടല്ലോ. നമുക്ക് വേണ്ടതും വരുന്നില്ലെന്ന് സംശയം. മുപ്പർക്ക് വേണ്ട ഒറ്റ വേർഡ് ആൻസർ ആയിരുന്നു ഇസ്ലാം. അതെ, ഇസ്ലാം വെച്ചിട്ട് സംശയമൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ ഇസ്ലാം. സ്ക്രിപ്ചർ വൈസ് ഏറ്റവും വയലന്റ് റിലീജിയൻ ഇസ്ലാം. ചാറ്റ്ജിപിറ്റി വലിയ ആൻസർ കൊടുക്കുന്നത്. No scripture is a single-minded manual of peace or of violence. All the major sacred canons, Hebrew, Bible, Old Testament, New Testament, Quran, Hindu epics. This is not what I have received. ഇതല്ല നമുക്ക് വേണ്ട ഇതല്ലോ, നമ്മൾ ഇതല്ല വിചാരിച്ച്. ഇങ്ങനെ ഉത്തരമല്ല നമ്മൾ ചോദിച്ചേ. എന്റെ ChatGPT ഇതല്ല. മറ്റേ രവീന്ദ്ര സെർച്ച് പോലെ സെർച്ച് ചെയ്യണം. മറ്റേ പോൺ വാച്ചിങ് കൺട്രീസ് പാകിസ്ഥാൻ, മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. അത് പാകിസ്ഥാൻ ഉത്തരം കിട്ടും. അതുപോലെ മറ്റേ വേറെ കുറെ ആൾക്കാർ മറ്റേ ഒരു വലിയൊരു ലേഖനം എഴുതിയിരുന്നില്ല ഗ്രോക്കിന്, 1.5 പേജ് ലേഖനം. ഉത്തരം വേണം, തരാൻ പറ്റുമോ? ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു, പിന്നെ എനിക്കത് മാനവികമല്ലാന്ന് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരം വേണം എന്നുള്ളത് കൊണ്ട് നീ അത് പറയുമോ? അതുപോലൊക്കെ ചോദിക്കണായിരുന്നു. ഇതെന്താണ് സുഖല്ല. ഒരു സെക്കൻഡ് അതിനൊക്കെ പൊടിക്കൈയുണ്ട് കേട്ടോ, സാധനം കയ്യിലുണ്ട്, ശരിയാക്കി തരാം. ആ ചെറിയ ഒരു സ്പാനറിങ് എടുത്താലും പ്രശ്നങ്ങൾ ഇപ്പൊ റെഡിയാക്കിയ അത് റെഡി ആകുന്നത്. ഞാൻ വോക്കല്ല. ഒരു സെക്കൻഡ് എന്റെ രീതി ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പഴ കയ്യിൽ നിന്ന് ഒരുപാട് രീതികളുണ്ടാവും. ഓക്കെ, രീതിയിൽ ഉത്തരാണ്. ഇപ്പൊ എന്താ വരാൻ പോണേ നോക്കാം. If you are forced the question down to which major scripture contains the largest quantity,
Of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew Bible, ആ, especially പോയി the കയ്യിൽ നിന്ന് പോയില്ലേ, historical സാധനം പോയില്ലേ. ആ മുഖത്തൊന്ന് നോക്കിക്കളി. ശത്രുക്കൾക്ക് പോലും ഇത്തരം ഇങ്ങനെ അവസരം ഒരു ഗതികേട് കൊടുക്കുന്നതാണ്. എനിക്ക് തന്നെ സാധാരണ തോന്നിപ്പോയിട്ടോ. നമുക്കത് സംഭവം എന്തായാലും ഇത് വേറെ ഒന്നുമല്ല, ഇത് ലൈവിൽ ഇത്ര മനുഷ്യന്മാരുടെ മുന്നിൽ ഇത്ര കോൺഫിഡൻസിൽ നിക്ക് ഞാൻ ലൈവ് ഓപ്പൺ ആക്കാം. ഞാൻ എന്റേതായ രീതികളിൽ നോക്കട്ടെ. മോസ്റ്റ് സ്ക്രിപ്ചർ വൈസ് എന്നൊക്കെ എഴുതിയിട്ട് അത് പിന്നെ വോക്കല്ല, അതുകൊണ്ട് നേരെ പറഞ്ഞോന്നൊക്കെ പറഞ്ഞു. ഓ, എന്റെ അടുത്തൊരു പൊടിക്കായുണ്ട്, ഞാനത് ഇട്ട ഉത്തരം കിട്ടുന്ന അപ്പോൾ ഹീബ്രു ബൈബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതല്ലാത്ത വേറൊരു ഭാഗം, ഇയാളൊരു നാസ്തികനാണ്, നിരീശ്വരവാദിയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ബൈബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ഇയാൾക്കൊരു പ്രശ്നം തോന്നേണ്ടതോ അല്ലെങ്കിൽ അതെ. വീണ്ടും വേറെ ട്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ എല്ലാ മതങ്ങളും മതങ്ങളും പ്രശ്നമാണ്. എന്താണ് പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ എല്ലാ മത ഗ്രന്ഥങ്ങളും പ്രശ്നമാണ്. അപ്പോൾ ആയിക്കോട്ടെ, ബൈബിൾ ആണ് എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞ് പറയണം. ആ. മുപ്പരെ സംബന്ധിച്ച് എന്താണ് പ്രബോധനത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആളുകളോട് പറയണം. കണ്ടോളൂ, നിങ്ങൾ കണ്ടില്ലേ ഇത് പ്രശ്നമാണ്, അത് ആ ഇഷ്യൂ ഉണ്ട്, ഈ ഇഷ്യൂ ഉണ്ട്, മതം മുഴുവൻ പ്രശ്നമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നെക്സ്റ്റ് എക്സ്പെക്ടഡ്. അതെ അതെ. പക്ഷെ ആൾക്ക് പോരാ. അല്ല, ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, എല്ലാ ഇതിലും വാറിനെ കുറിച്ചും ബാറ്റിൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ കമ്പാരിറ്റീവ്ലി കൂടുതൽ ബൈബിളിലാണ് ബൈബിളിലാണ്. എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏക്ക് വേണേൽ പറയാം, കണ്ടോ, മറ്റു ഗ്രന്ഥങ്ങളിലും ഉണ്ട്, ഉം. ഈ ഗ്രന്ഥത്തിലുണ്ട്, ഗീതയിലുണ്ട്, ഖുർആനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ മതം വയലന്റ് ആണെന്ന് വേണമെങ്കിൽ ഇയാളുടെ പൊതുവായ രീതി വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. പറയാം. അതൊന്നും പറ്റൂല, ഇയാൾക്ക് ഇസ്ലാമിനെ തന്നെ വേണം. ആ ഉത്തരം കിട്ടുന്നത് വരെ ഇയാള് ഡിസ്റ്റർബ്ഡ് ആണ്. നോക്കാം ബാക്കി എന്തൊക്കെ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത്. Two is Hebrew Bible, Old Testament, especially the historical books from Deuteronomy through 2 Kings. ഇതാണ് പറയുന്നത്. അതിൽ ഇസ്ലാം, by comparison, Quran has explicit battle verses, but they are fewer, shorter, and almost always tied to a specific conflict Muhammad faced. എന്റെ മോനെ പാവടോ. ബൈബിൾ ആണെന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ ഖുർആനിൽ കുറവാണ്, ഷോർട്ടറാണ്, പ്യുവർ ആണ്. അതാകട്ടെ ഉള്ളതാകട്ടെ അത് യുദ്ധവുമായി സ്പെസിഫിക് കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണെന്നുള്ളതാണ്. ഇത് ഈ മനുഷ്യന്റെ വായക്കൂടെ തന്നെ പറയിപ്പിച്ചല്ലോ. അതാണ്. The New Testament is largely non-violent. Hindu epics contain vast war scenes, yet they are framed as tragic duty with strong anti-war commentary. Buddhist and Taoist canons mention killing, but nowhere near the scale. ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇതൊന്നും നമുക്കിതൊന്നും പോരാ. ഇതൊന്നും നമുക്ക് ഈ സാധനം ഒന്നും പോരാ. നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ച് എങ്ങനെയെങ്കിലും ഒരു വാചകമെങ്കിലും ഇസ്ലാമിനെ പറ്റിയൊരു സാധനം കിട്ടിയാൽ സമാധാനമുണ്ടോ? നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഈ ഇത് ഉത്തരത്തിൽ ശരിക്കും സാറ്റിസ്ഫൈഡ് അല്ല. ഇവരുടെ മെന്റാലിറ്റി ആണ് കേട്ടോ കാണുന്നത്. Yes, yes. കാരണം ഇത് പിന്നെ ഒരു യാഥാർത്ഥ്യത്തോടോ ഒന്നുമല്ല, സത്യത്തോടൊന്നുമല്ല പ്രതിബദ്ധത. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതിലേക്ക് എത്തണം. വളരെ ഇന്ന് സിമ്പിളാണ്. അപ്പോൾ ശരിക്ക് നമ്മൾ മുമ്പൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഈ ഗ്രോക്കിന്റെ വിഷയമൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഗ്രോക്ക് വന്നാലും, എന്ത് ചാറ്റ് GPT വന്നാലും, എന്ത് AI വന്നാലും ആളുകൾ സത്യത്തോട് അവരോടുള്ള Yes, yes. അതിന്റെ പ്രതിബദ്ധത എത്രത്തോളം ഉണ്ട്. ഇതാണ് നമുക്ക് എപ്പോഴും കാണുന്നത്. നമ്മൾ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള അതെ. ആളുകൾ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ, ഇപ്പൊ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ ചക്രവാളത്തിലും അവരുടെ മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് ഇതിന്റെ ആയത്തുകൾ, പടച്ചവനുണ്ട് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്തുകൊണ്ട് ആളുകൾ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നില്ല. ഇതാണ് ഉത്തരം. യെസ്, എത്ര സിമ്പിൾ ക്ലാസിക് എക്സാമ്പിൾ ആണിത്. കാരണം മുപ്പര മുന്നിലേക്ക് ഒരു ഉത്തരം ചാറ്റ് കൊടുക്കുകയാണ്, അപ്പർക്ക് പറ്റുന്നില്ല. വേറെ ചോദ്യം ചോദിക്കുകയാണ്, വേറെ ഉത്തരം വാങ്ങുകയാണ്, അതും പറ്റുന്നില്ല. അതായത് മൂപ്പർക്ക് വേണ്ട എന്താണ്, ഈ ചാറ്റ് GPT തരുന്ന അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് ഓർക്ക് ഫീഡ് ചെയ്ത ഡാറ്റ പ്രകാരം മോള് തരുന്ന ഓരോരു കൺക്ലൂഷനോ ഓരോരു ഫൈനൽ ഓരോരു നിഗമനോ അല്ല ഇവർക്ക് വേണ്ടത്. ഇവർക്ക് വേണ്ടത് മൂപ്പരൊരു ഉത്തരം ആഗ്രഹിക്കുന്നുണ്ട്. അഥവാ ഇസ്ലാമിന് ഞാൻ മുന്നേ അത് കരുതിയിട്ടുണ്ട്, എൻ്റെ മനസ്സിലത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉത്തരങ്ങൾ താ ഓരോ ചോദ്യത്തിലൂടെ ചോദിക്കുന്നതാണ്. ഒന്നുകൂടി അടുത്ത ചോദ്യം കുറച്ചും കൂടി ഓക്കെ. അല്ല ഒരു സെക്കൻഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നും പോകണ്ട. അവർ ബേസിക് ആയിട്ട് അവര് ഒരു second. എന്നോട് എന്നോട് ഒരു ഇങ്ങനെ സെക്കൻഡ് പറയാം. മറ്റയാളാകെ പെട്ടുപോയിക്കാണ്. അല്ല, ഇത് മൂപ്പറ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി, ചങ്ങാനെ ലൈവായിട്ട് പിടിച്ചല്ലോ എന്നുള്ളത്. ഇയാളുടെ മനസ്സിലാകുന്നതായിരിക്കും ചങ്ങാനൊന്ന് കിട്ടേണ്ടിയിരുന്നു. മീൻവയൽ രണ്ടാളെ തോട്ടം ഇങ്ങനെ സൈഡിൽ കൂടെ കാണിക്കുകയാണെങ്കിൽ The longest violent jihad, which is direct interpretation മറ്റേ of പ്രേമലേഖനം എഴുതിയ മതിയാണ്. മറ്റേ എന്താണ് പറയിപ്പിക്കുന്ന, അതായത് ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട്, ജിഹാദ് എന്ന് പറയുന്നത് ഒരുപാട് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഉള്ള റിലീജിയൻ വെച്ചു, പിന്നെ റിലീജിയൻ വിട്ടു, പിന്നെ ഇസ്ലാം, ജിഹാദ്, അതന്നെ അല്ലേ ശരിക്കും ആലോചിച്ചൊക്കെ ChatGPT ശരിക്കും ടെക്സ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ തന്നെ അല്ലേ. ടെക്സ്റ്റ് അല്ലെന്ന് ചോദിക്കുന്നില്ല. അതെ. ടെക്സ്റ്റ് ആണോ ചോദിച്ചാൽ ChatGPT കുറച്ചും കൂടി കൃത്യമായിട്ട് ഉത്തരം കൃത്യമായിട്ട് പറയും. പറയും. അപ്പൊ ഈ ടെക്സ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ Interpretation ആയിട്ടാണല്ലോ അല്ലേ. മുസ്ലിം ഭീകരവാദികൾ ചെയ്യുന്നത് എന്നുള്ളതാണ്
Islam, Quran, Hadith. So why this mellowing down? ആ ഉരുകി പോവാണ്. ഭൂമി പിളർന്ന് രണ്ടായി താഴത്തേക്ക് പോയാ മതി കുറച്ചും കൂടി എന്നായിട്ടുണ്ടാവും. ഇനി ചാച്ചിപ്പിട്ടിനോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം കേട്ടെ. Are you afraid of Islam? ഒരു ചാറ്റ് ബോട്ടിനോട് ചോദിക്കണം നിങ്ങൾക്ക് ഇസ്ലാമിനെ പേടിയാണോ? ഈ നാട്ടിലെ മറ്റേ ഇസ്ലാമിനെ പറ്റി പോസിറ്റീവ് പറയുന്ന ആൾക്കാരോട് പറയില്ല, നിങ്ങൾ ഇസ്ലാമിനെ പേടിച്ചിട്ടാണോ പോസിറ്റീവ് പറയുന്നത്, നെഗറ്റീവ് പറയൂ. അതേപോലെ ചാച്ചിപ്പിണ്ടി ചോദിക്കണേ, നിങ്ങൾക്ക് പേടിയായിട്ടാണോ? എന്തെങ്കിലും ഒന്ന് പറയൂ. നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. നോക്കട്ടെ, കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഞങ്ങളിതൊക്കെ കാണുന്നുണ്ട്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. എല്ലാം I'm not കാണുന്നുണ്ട്. afraid of any religion. I'm trying to keep the distinction between text and the very different ways. The record of Muslim-led holy war is long, so is everyone else's. ബാക്കിയുള്ളവരതും അതേപോലെ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ആ വളിഞ്ഞ ചിരി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പമാണ് കേട്ടോ. എന്റെ അത് കേട്ടോ, അതായത് ഒന്നുകൂടി കേട്ടോ. so is everyone else's. ഓക്കെ, ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പമാണ് കേട്ടോ. എന്റെ മറ്റേ വേർഷനിൽ ഇങ്ങനെയൊന്നല്ല പറയാറ്. ഫ്രീ ആയതിന്റെ പ്രശ്നമാണ്. പെയ്ഡ് ആയാൽ ശരിയാവും. നമ്മൾ കാണിക്കാൻ കേട്ടോ. സ്റ്റാർട്ടിങ് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊക്കെ അറിയാം ചാജിബിന്റെ ഉത്തരം ചിലപ്പോൾ പാളി പോകുന്നുള്ളത്. പറഞ്ഞു ഫ്രീ വേർഷൻ ആണേ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ മറ്റാൾ പറഞ്ഞു ഫ്രീ വേർഷൻ തന്നെയാണ് എനിക്ക് ഉത്തരം കിട്ടിയെന്ന്. അതോടെ ക്ലോസ് ആയി. ഈ ഏതാളാണ് പറഞ്ഞത് ആ ആള് പറഞ്ഞതാണ് ഫ്രീ വേർഷൻ തന്നെയാണ് ഉപരിക ഉത്തരം കിട്ടിയതാണ്. അവിടെ ഫിനിഷ്ഡ് ആയി. ഇനി പെയ്ഡ് വേർഷൻ ഇപ്പൊ അവസാനത്തെ അടവാണുള്ളത്. ഒരു നിലക്കും സാധനം നടക്കുന്നില്ല. അപ്പൊ ഇനി പറയണ ഓക്കെ പെയ്ഡ് വേർഷൻ ഉണ്ട്, അപ്പൊ പെയ്ഡ് വേർഷൻ തുറക്കാലോ. മെയിലാണല്ലോ, മെയിൽ എവിടെ നിന്ന് തുറക്കാം, പെയ്ഡ് വേർഷൻ തുറത്താ അപ്പൊ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, അടവ് പറയണ പെയ്ഡ് വേർഷനിൽ ഇങ്ങനെ നല്ല ഉത്തരം വരിക, വേറെ ഉത്തരം വരിക എന്ന് പറയാം. പെയ്ഡ് വേർഷൻ ഞങ്ങളുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം. ഇതൊന്ന് ഈ ഉരുളലൊന്നും തീർന്നിട്ട് പെയ്ഡ് വേർഷൻ കാണിച്ചു കേട്ടോ. ആ വൈറ്റ് വാഷും ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പെയ്ഡ് വേർഷനിലേക്ക് വരാം. അതെ. Why does modern jihad look more prominent? Recent geopolitics, media എന്തുകൊണ്ടാണ് അത് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് കാണുന്നത്? ജിഹാദി സാധനം അത് മുപ്പര് വിചാരിച്ച ഖുറാനിലുള്ളത് കൊണ്ട് അല്ല, അത് ജിയോ പൊളിറ്റിക്സ് കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും അവിടെയുള്ള മീഡിയ കൂടുതലായിട്ട് പോർട്രേ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ പറയുന്ന അത്ര പറഞ്ഞു കൊടുക്കണം. Failed states. Straight answer to your charge. Yes, Islamic history contains the longest chronological chain of actors using the word jihad. ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ ഇത്രയൊക്കെ പിന്നെ ആ ഒരു നിലക്ക് യാചിച്ചിട്ട് ഒരു സാധനം കൊടുക്കേണ്ടതാണ്. ഇവിടെ കിട്ടാൻ സാധ്യതയില്ലാതില്ല. കിട്ടും. For holy war. No, that doesn't mean the Quran is uniquely violent. Its battle verses are fewer and more context tags than the Old Testament. Modern prominence of jihadist violence comes from recent power. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പോയി കയ്യിൽ നിന്ന് പോയി സാധനം. ചാജിബിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇതാ കിട്ടും തരാന്ന് കൊടുത്തിട്ട് ഒഴിവാക്കി. വേറെന്തോ ഉരുളുണ്ടോന്ന് നോക്കട്ടെ. ജോക്ക് ഈ ഗോഡ്സ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്നു, രാമനെ കുറിച്ച് ചോദിക്കുന്നു, യേശുവിനെ കുറിച്ച്. ഞാനേ ഒന്ന് രണ്ട് ഇതുകൾ ഞാൻ അയച്ചിട്ടുണ്ട്. അയച്ചോടത്തോളം മതി, ഒന്ന് പോലെ ഒന്നും കൊണ്ടുവരരുത്. മതി, ഇനി വേണ്ട. അയച്ചോടത്തോളം മതി, ഇനി ഒന്നും വേണ്ട. അതിലവര് പറയുന്നത് അതൊന്ന് അത് നമുക്ക് പിന്നെ നോക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ സാധനം നമുക്ക് വെരിഫൈ ചെയ്യാലോ, അതിനുവേണ്ടി നോക്കിയാ ഇത് ഉള്ളതാണ്. പിന്നെ നോക്കാം. ഇനി പോകാൻ എന്തുകൊണ്ടൊന്നും വരരുത്, അത് മതി. ആ നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. ഇല്ല ഇനി പെയ്ഡും കൂടി ആ പൂതിയിട്ട് തീർത്തു കൊടുക്കണം. പെയ്ഡില് ഞങ്ങൾ ചോദിക്കാണ് എന്താണ് ആ ചോദ്യം, അതേപോലെ ചോദിക്കാം അല്ലെ, അതേപോലെ ചോദിക്കാം. ദി മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദി വേൾഡ് സ്ക്രിപ്ചർ വൈസ്. Okay, let's go to the answer. That's a deep and sensitive question. Let's approach it carefully. Okay. Strictly speaking, no major religion scriptures are purely violent. All major scriptures, whether Bible, Quran, Bhagavad Gita, Tripitaka or others, contain a mix of teachings. എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കാം. സ്ക്രിപ്ചർ എല്ലാത്തിലും വയലൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ്. എസ്പെഷ്യലി അത് ഫസ്റ്റ് പറയുന്നത് ഒന്നും പ്യൂർലി വയലന്റ് അല്ല, ടീച്ചിങ്സും കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ some about peace, mercy, compassion. And some passages that mentions violence, especially in the context
ലൈക്ക് വാർ, ജസ്റ്റിസ് ഓർ ഡിവൈൻ പനിഷ്മെന്റ്. വാറ്, ജസ്റ്റിസ്, ഡിവൈൻ പനിഷ്മെന്റ് ഈ സമയത്താണ് Yes. വയലന്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കൊലപാതകം പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വേഴ്സസ് ഉം. യുദ്ധത്തിന്റെ സന്ദർഭത്തിലും അതുപോലെ നീതി. തന്നെ നീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശിക്ഷാവിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയായിട്ട് ബന്ധപ്പെട്ട്. Yes. However, if you look purely at the scriptural content mentioning the violence, scholars often point out the Bible. ഒന്ന് Often, Old Testament contains many violent passages. അപ്പോൾ ബൈബിൾ Paid- തന്നെയാണ് പെയ്ഡ് വേർഷൻ Paid version ലും കയ്യിൽ നിന്ന് പോയി മോനെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇയാളുടെ ഒരു വിവരക്കേടാണ് സംഭവം. കാരണം എന്താ വെച്ചാൽ ഇത് ഈ വേഴ്സസ് വെച്ചിട്ടുള്ള കമ്പാരിസൺ സ്റ്റഡീസ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതിൽ എല്ലാം കണ്ടക്സ്റ്റ് ബേസ്ഡ് തന്നെയാണ്. പിന്നെ ഈ ഗീതയാണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും ഒക്കെ അതിൽ ഈ വയലൻസ് എന്ന് നമ്മൾ പറയുന്ന കൊല്ലുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുക പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്സ്റ്റ് ബേസ്ഡ് തന്നെയാണ്. എന്നാൽ പോലും അതിൽ വയലൻസ് ഉണ്ട് എന്നത് വെച്ചിട്ട് തന്നെ എത്ര പെർസെൻറ്റേജ് എന്നുള്ള സ്റ്റഡീസ് ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പം അത് ബേസിക് ആയിട്ട് ഈ മതഗ്രന്ഥങ്ങളെ കുറിച്ച് ധാരണ ഉള്ളവർക്ക് തന്നെ അറിയാം അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ എന്നുള്ളത്. ബൈബിൾ ആണ് കൂടുതൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. Actually പഴയ നിയമമാണ് അതിൽ. അതെ അതെ. കാരണം എന്ന് വെച്ചാൽ പുതിയ നിയമത്തിൽ പിന്നെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നിയമങ്ങളാണുള്ളത്. മറ്റേത് കുറച്ചും കൂടി അതെ. അധികാരം വരുന്നത് കൂടി ഉള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിയുന്ന ഒരാളും ഈ ആത്മഹത്യക്ക് നിൽക്കൂല. ഒരു ഇസ്ലാം വിരുദ്ധനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചോദിക്കാൻ നിൽക്കൂല. അപ്പോൾ ഇത് ചോദിച്ചു. ലൈവായിട്ട് ചാച്ചിപ്പിട്ടാണ് ചോദിക്കാൻ. പിന്നെ എന്നിട്ട് ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്. ഖുർആൻ ഡസ് കണ്ടെയ്ൻ വേഴ്സസ് അബൌട്ട് വാർഫെയർ, പെർട്ടിക്കുലർലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് ഓർ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ ബാറ്റിൽസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗീതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗീതയിലും ബാറ്റിൽസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലും ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇൻ ഷോർട്ട്, ഇഫ് യു ആർ മെഷറിംഗ് ദ നമ്പർ ഓഫ് വയലന്റ് പാസേജസ്, സം പാർട്സ് ഓഫ് ദ ബൈബിൾ എസ്പെഷ്യലി ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആർ ഓഫൺ സൈറ്റഡ് ആസ് ഹാവിംഗ് മോർ ഡിസ്ക്രിപ്ഷൻ ഓഫ് വയലൻസ് ദാൻ അതേഴ്സ്. വളരെ ലളിതം. ഇത് ബാക്കി പെയ്ഡ് ആണ് പെയ്ഡ് ആണ്. അല്ല ഈ ഫാക്ട് എങ്ങനെ പെയ്ഡിലും ഫ്രീയിലും മാറൊക്കെ മനസ്സിലാകുന്നില്ല ഇയാള്. അല്ല മറ്റേ ഈ പ്രേമലേഖന എഴുതിയാൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ ഇത് ഡയറക്റ്റ് ഏത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഇതന്നെ ഡാറ്റ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വൈസ് സാധനം മാത്രമല്ല. ഇത് ഇനി ഇതിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡോ ഫ്രീയോ ഏതിൽ ഉപയോഗിച്ചാലും ഇങ്ങനെ തന്നെയാണ് ആൻസർ കിട്ടുക. ഇങ്ങനെയും കൂടി കൊടുക്കുക, കുറച്ചും കൂടി നല്ല ഒരു കൃത്യമായ ഒരു ഉത്തരം കിട്ടാൻ. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് വേഴ്സസ് ഡസ് ബൈബിൾ, ഖുറാൻ ആൻഡ് ഗീത കണ്ടെയ്ൻസ് വേഴ്സസ് ഓഫ് വയലൻസ് എന്ന് പറയുന്ന ആ പേഴ്സൻറ്റേജ് കണക്ക് ചോദിച്ചാൽ അതിൽ നിന്നും ഒരു ടേബിൾ ആയിട്ടൊക്കെ ChatGPT ഗ്രോക്കോ ഡീപ്സിക്കോ ഒക്കെ തരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു കണക്ക് എല്ലാത്തിലും ഏകദേശം ഒരേപോലെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ബൈബിൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 5% ആണ് വയലന്റ് വേഴ്സസ് ഉള്ളത്. ഓക്കെ, ഖുർആനിലുള്ളത് 2 to 3% ആണ് മോസ്റ്റ്ലി ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിഫെൻസീവ് കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ബൈബിളിലാണെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് കൂടുതലുള്ളത് എന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത അതിൽ 1 to 2% ആണ് ഉള്ളത്. പ്രത്യേകിച്ചും ബാറ്റിൽ ഫീൽഡ്, യുദ്ധത്തിന്റെ സമയത്തുള്ള സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ സ്പിരിച്വൽ വാറിന്റെ ഡ്യൂട്ടി ആൻഡ് സ്പിരിച്വൽ വാറും ബാറ്റിൽ ഫീൽഡ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് കൂടുതലായിട്ടുള്ളതെന്ന് കൂടുതൽ. അപ്പോൾ ഇത് നമുക്ക് പൊതുവെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ഇത് മറ്റേ ChatGPT 4.0 അല്ലേ? ഇത് ആരിഫ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് പെയ്ഡ്. അപ്പോൾ ഇതൊക്കെ പെയ്ഡ് ആണെങ്കിലും ഫ്രീ ആണെങ്കിലും ആ പെർസെൻറ്റേജ് ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് എല്ലാ ChatGPTയും അതുപോലെ തന്നെ ചാറ്റ് ബോട്ട്സും കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇങ്ങനെ ഒരു ലൈവായിട്ട് തേഞ്ഞത് കൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും എന്തുണ്ട്, ഈ വയലൻസ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ ഉള്ള തരത്തിലുള്ള വേഴ്സസ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും കണ്ടവനൊക്കെ പോയി കൊല്ലാനോ തല്ലാനോ ഉള്ളതല്ല. ബൈബിളിൻ്റെ 5% ഇങ്ങനെ കൊല്ലാൻ പറയുന്നതാണെന്ന് ആരും പറയൂല, ബുദ്ധിയുള്ള ആരും പറയൂല. കാരണം എന്ന് വെച്ചാൽ അത് അതിൻ്റെതായ കോണ്ടെക്സ്റ്റിൽ ഉള്ളതാണ്. അതിൽ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അമാലിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു സംശയമുണ്ട്, അത് ദൈവികമാണോ എന്നുള്ള കാര്യം. അതെല്ലാവർക്കും മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ സ്വാഭാവികമായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതെല്ലാം കോണ്ടെക്സ്റ്റ്. അത് ഒരിക്കലും ഈ 5% എടുത്തിട്ട് ക്രിസ്ത്യൻ മതം, ക്രിസ്ത്യാനികൾ വയലന്റ് ആണ്, അവർ ടെററിസ്റ്റുകളാണ്, അവർ പൊട്ടൻഷ്യൽ ടെററിസ്റ്റുകളാണെന്ന് പറയാൻ ആരും നിൽക്കേണ്ടതില്ല, നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയുന്ന റിസൾട്ട് പറയുന്ന ChatGPT തന്നെ അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഖുറാന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും അത് ഓരോ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളത്. ഇപ്പം ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ 2 to 3% എന്നുള്ളതാണ്. ഇതിൽ വേറെ ചിലതിൽ 2.1 എന്നുള്ള കൃത്യമായ കണക്കുകളൊക്കെ കാണാൻ പറ്റും. 2.1 അല്ലെങ്കിൽ പോട്ടെ 3 എടുക്കാം. മാക്സിമം 3% ആണ് എന്തുള്ളത് ഇങ്ങനെയുള്ള വേഴ്സസ് ഉള്ളത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ആരിഫിൻ്റെ ഒക്കെ ലൈവുകളൊക്കെ കാണുന്ന ആളുകൾ, എൻ്റെ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഖുർആനെ കുറിച്ചുള്ള ഈ ലൈവുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഖുർആനിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കിയത്?
അല്ലേ? അപ്പൊ പല കമന്റുകൾ കാണുന്ന വെച്ചാൽ നിങ്ങളുടെ ഖുർആനിൽ മൊത്തം വയലൻസ് അല്ലേ, വയലൻസ് ആണ്. മൊത്തം ആളുകളെ കൊല്ലാൻ പറയലല്ലേ, ആളുകളെ തല്ലാൻ പറയലല്ലേ, യുദ്ധമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആകെ മൊത്തം ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റുകളെല്ലാം ഒഴിവാക്കി എടുത്താൽ പോലും ആകെ മാക്സിമം 3% ഓഫ് ദ ഖുർആൻ ഖുർആനാണ്. ആണ് എന്തുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 എന്തെങ്കിലും വചനങ്ങൾ കണക്ട് എടുത്താൽ ചെയ്യാൻ പറ്റുന്നു. 3 3 താഴെയോ വചനങ്ങൾ. യെസ്. അതും ചാറ്റ്ജിപിടി തന്നെ പറയുന്നത്, നമ്മളാരും നമ്മളങ്ങൾ വിശ്വസിക്കേണ്ട, നിഷ്പക്ഷനായിട്ടുള്ള ചാറ്റ്ജിപിടി വിശ്വസിച്ചായി. ചാറ്റ്ജിപിടി എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, കോണ്ടെക്സ്റ്റ് ബാക്ക്ഡ് ആണ്. അതിന് വളരെ വ്യക്തമായ കോണ്ടെക്സ്റ്റ് ഉണ്ട്. യുദ്ധം, ഡിഫെൻസ്, അതേപോലത്തെ വളരെ വ്യക്തമായ അത് പറയൽ ആവശ്യമാണോ എന്ന് ആർക്ക് സംശയമില്ലാത്ത സമയങ്ങളിലാണ് അത് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ഇനി ആലോചിച്ച് നോക്കുക. ഇനി ഞാൻ പറയുന്നത് ഈ മുൻധാരണ നിങ്ങൾക്കിപ്പം ഒന്ന് പൊളിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ Yes, yes. മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾ ഖുർആൻ ഒന്ന് എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾ ഈ മുൻധാരണയിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണോ ഉള്ളത് എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ചും കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രാഹ്യമായിട്ടുള്ളത് അവസാനത്തെ ജുസ് ഒക്കെ എടുത്ത് Yes, yes. നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അമ്മ ജുസ് എന്ന് പറയുന്ന അവസാനത്തെ സൂറത്തുകൾ ഒക്കെ എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. ആദ്യത്തെ സൂറത്തുകളും അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ കുറേ ചരിത്രമാണ് പറയുന്നത്. അവസാനത്തോട്ടൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ പിന്നെ അഹങ്കാരം പാടില്ല, അതുപോലെ തന്നെ നിങ്ങൾ പണം വെറുതെ കൂട്ടിവെച്ച് പെരുമ നടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മാതാപിതാക്കൾ അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം. കുത്തുവാക്ക് പറയാൻ പാടില്ല, Yes. അതുപോലെ പെരുമ നടിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ആ പെരുമ നടിക്കലിന്റെ ഭാഗമായിട്ടുള്ള മത്സരം പാടില്ല. എത്ര മനോഹരമായ വചനങ്ങളാണെന്നുള്ളതാണ്. ഈ വചനങ്ങളൊന്നും ആരിഫോ അല്ലെങ്കിൽ അത്തരം ആളുകളോ പറയില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, നല്ല കാര്യങ്ങളൊക്കെ ക്ഷണിക്കാന്നുള്ള ഒരു കാര്യം കൂടി, അതാണ് 97%. യെസ്, അതാണ്. അതാണ് 97%. നിങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നന്മകൾ എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറേണ്ടത്, മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, മൂത്തവരോട് പെരുമാറേണ്ടത്, താഴെയുള്ളവരോട് പെരുമാറേണ്ടത്, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമുക്ക് സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഖുർആനിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം. ഇന്ന ഹദീന ഹുസബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് ഒരു മാർഗദർശനം തന്നിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, നന്ദി കെട്ടവരാകാം എന്ന് പറഞ്ഞ് കൃത്യമായൊരു പാത കാണിച്ചു തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമുക്ക് ഖുർആനിൽ പല സ്ഥലങ്ങളും വേറെ ഒന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ നിസ്സാരത ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പം തോന്നും ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഭയങ്കര, പക്ഷേ നമ്മുടെ സൃഷ്ടിപ്പ് പോലും എത്രത്തോളം നിസ്സാരമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും നമ്മളോട് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ പ്രാപഞ്ചികമായ കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. ഇതൊക്കെ ആണ് ഖുർആനിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഈ പറഞ്ഞ 2% 3%-ലാണ് അതാണ് ഖുർആൻ എന്ന് നിങ്ങളെ പിന്നെ വിശ്വസിപ്പിച്ചിരിക്കായിരുന്നു. പക്ഷേ ലൈവായിട്ട് ChatGPT ഓണാക്കി, സ്ക്രീൻ ഓണാക്കിയിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാവാന്നുള്ളതാണ് ആ പ്ലിങ്ങിയ ആ ഒരു ഇതിനോട് നമുക്ക് ഇത്തരത്തിൽ ഖുർആൻ വായിച്ച് ഈവൻ ഖുർആന്റെ ഫോളോവറായിട്ട് മാറിയ ആളുകളെ പോലും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നെതർലാൻഡിലെ പാർലമെന്റ് അംഗമായിരുന്ന ഒരു ഇസ്ലാം വിരുദ്ധ പാർട്ടിയുടെ നേതാവായിരുന്ന ജൊറാം വാൻ ക്ലെവറൻ, മൂപ്പര് ഇസ്ലാം ഒരു 100 കൊല്ലമായി ഈ തലമുറക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനതയ്ക്ക് പിടിപെട്ട മനോരോഗമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്നിട്ട് ആ വ്യക്തി ഇതേപോലെ ഒരു നിഷ്കളങ്കനായിരുന്നു. ജനങ്ങളെ ഖുർആനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആരിഫിനെ പോലത്തെ ആരെങ്കിലും കണ്ടൻസ് കേട്ടിട്ടുണ്ടാവും, പ്രചാരം ഫുൾ ഖുർആൻ പ്രശ്നമാണ്, ഖുർആൻ ആളുകളൊക്കെ പ്രയാസപ്പെടുത്തുന്നു, വലിയ അക്രമികളാക്കുന്നു നമുക്ക് വിചാരം ഉണ്ടാവുക. ഖുർആനിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഒരു വിമർശന ഗ്രന്ഥം എഴുതുകയാണ്. ആ വിമർശന ഗ്രന്ഥം എഴുതുന്നതിൻ്റെ മധ്യത്തിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യണം, വിമർശന ഗ്രന്ഥം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് അദ്ദേഹം ഖുർആന്റെ അനുയായിയായിട്ട് മാറുകയാണ്. ഇന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ജൊറാം വാൻ ക്ലെവറൻ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രബോധകനെ. മുന്നേ ഇസ്ലാം വിരുദ്ധ പാർട്ടിയുടെ നേതാവും പ്രഭാഷണം നടത്തിയ ആളും ഖുർആൻ വിമർശന ഗ്രന്ഥം എഴുതാൻ ശ്രമിച്ച ആളും ഒക്കെയാണ്. അപ്പോൾ വളരെ വളരെ സിമ്പിളായി എന്താണിത് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ ഈ ഒരു വീഡിയോ എങ്കിലും കാരണമാവട്ടെ എന്നുള്ളതാണ്. എന്താണത് ആക്ച്വലി പറയുന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് സൗകര്യങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൗകര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബയാസിനനുസരിച്ച് എങ്ങനെയൊക്കെ ആൻസർ കിട്ടിക്കാനല്ല നോക്കേണ്ടത്. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ കുറച്ചുകൂടിയൊക്കെ ട്രൈ ചെയ്യുക. നമ്മുടെ മനസ്സിൽ ആ ബയാസിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പരമാവധിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് ChatGPTയോ ഗ്രോക്കോ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല പറയുന്നത്. ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് വെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാവില്ല.
പരമാവധിയൊക്കെ കുറച്ചൊക്കെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചൊക്കെ സഹായിക്കും, അല്ലെങ്കിൽ ഒരുപാടൊക്കെ സഹായിക്കും. പക്ഷേ അവിടെ നമ്മൾ പ്രേമലേഖനം എഴുതി ഇനി ഞാൻ പണ്ട് മുസ്ലിമായിരുന്നു, ഇങ്ങനെ 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 എൻ്റെ ഉസ്താദ് തല്ലിയിട്ടുണ്ട്, പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്ലാം മോശമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം അതിനനുസരിച്ചുള്ള നമ്മളിടുന്ന പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഉത്തരം കിട്ടുമെന്നുള്ളതല്ലാതെ നമുക്ക് സത്യമാണ് അറിയേണ്ടതെങ്കിൽ, യാഥാർത്ഥ്യത്തോടാണ് പ്രതിബദ്ധതയെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഇത്തരത്തിലുള്ള പിന്നെ ആളുകളുടെ മുമ്പിൽ ലൈവായിട്ട് ഈ രൂപത്തിൽ പ്രയാസപ്പെട്ടിട്ട് പോലും അവർക്ക് ഈ പറഞ്ഞ വ്യക്തിക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതിങ്ങനെ തുടർന്ന് പോകാൻ സുമ്മും ബുക്മുൻ ഉമ്മിയും എന്ന് പറയുന്നല്ലോ, കേൾക്കണ്ട കാണണ്ട, ഞങ്ങൾ അതിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ആ ഉത്തരം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, ഉത്തരം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, എൻ്റെ അടുത്ത് വേറെ ഉത്തരമുണ്ട്, അത് നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ തിരുത്തില്ല. അതാണ് നിലപാടെങ്കിൽ സ്വാഭാവികമായിട്ട് ആർക്കും മാറ്റം സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ മാനസിക നിലയും അതുപോലെ തന്നെ കാഴ്ചപ്പാടും ഒക്കെ ശരിയാണോ എന്നുള്ളത് നോക്കുക, പരിശോധിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.